ഹായ് ഗെയ്സ്, അപ്പോൾ നമ്മളിന്നൊരു ചെറിയ ട്രാവൽ വീഡിയോ ആണ് ഗെയ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജാണ് ഗെയ്സ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഗെയ്സ് ആക്കുളം. നമ്മൾ ആദ്യം തന്നെ അവിടെ ഒരു ചെറിയ ട്രെയിനുണ്ട് ഗെയ്സ്. അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് അതിനകത്തൊരു ഫുള്ള് നമ്മളൊന്ന് അതിനകത്ത് കൊണ്ട് എല്ലാ സ്ഥലങ്ങളും ഒന്ന് കറക്കി തിരിച്ചു കൊണ്ടുവരും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഫണ്ണാണ്. പിന്നെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം, അവിടെ വളരെ ടിക്കറ്റിനൊക്കെ വളരെ വില കുറവാണ്. കുട്ടികൾക്ക് 20 രൂപ, അഡൾട്ട്സിന് 30 രൂപ അങ്ങനെയൊക്കെ ചാർജുള്ളൂ. അപ്പോൾ നമ്മളൊരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഇവിടെ പാർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് നന്നായിട്ട് ഇവിടെ കളിക്കാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ സ്വിമ്മിംഗ് പൂൾ, കുറേ അഡ്വഞ്ചറസ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് 100 രൂപ അങ്ങനെയൊക്കെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പോയ ദിവസം നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് നമുക്ക് അഡ്വഞ്ചർ സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബട്ട് എല്ലാ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ താഴത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലേക്ക് പോകുമ്പോഴാണ് അവിടെയാണ് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ കുറേ സോഫ്റ്റ് ബോൾ വെച്ചിട്ട് കളിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ കുറേ പ്ലേ സ്റ്റേഷൻസ്, വീഡിയോ ഗെയിംസ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ അഡ്വഞ്ചറസ് സംഭവങ്ങൾ, അതേപോലെ ഗ്ലാസ് ബ്രിഡ്ജ്. ഇതാണ് ഗൈസ് മുകളിലത്തെ ഒരു വ്യൂ. നമുക്ക് താഴെ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് 100 രൂപ അടച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളത് കഴിഞ്ഞിട്ട് നേരം അന്ന് മഴ ദിവസമായതുകൊണ്ട് നമ്മൾ പ്ലേ സ്റ്റേഷനിലാണ് ഗൈസ് കയറിയത്. അപ്പോൾ ഒരു ബോഡി മസാജൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. നല്ല ഇഫക്റ്റീവാണ്. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ബോഡി മസാജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു തകർപ്പൻ മഴ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അത് കഴിഞ്ഞ് അതിനകത്ത് കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട്. നമുക്ക് ബാസ്ക്കറ്റ് ബോൾ ഇങ്ങനെ ഇടാൻ പറ്റും. അപ്പോൾ അതിനൊരു ഓഫറൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ നമ്മളൊരു 100 സെക്കൻഡിൽ 20 ബോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 100 സെക്കൻഡ് കിട്ടും. അപ്പോൾ നമ്മൾ ആ ടാർഗറ്റ് ഫിനിഷ് ചെയ്തു. നമുക്ക് എക്സ്ട്രാ കിട്ടിയ 1 മിനിറ്റ് 100 സെക്കൻഡ് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ 200 സെക്കൻഡിൽ 50 ബോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേസ്. അതൊക്കെ നല്ല രസമുള്ളൊരു ഫൺ മൊമെൻറ്റ്സാണ് അവിടെ പോയി കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് സമയം വേണമെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യാം. നമുക്ക് രാവിലെ തൊട്ട് കുറേ സമയം വേണമെങ്കിൽ വളരെ പീസ്ഫുള്ളായിട്ട് പോയിരിക്കാനാണെങ്കിലും ഈ സ്ഥലമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഫൺ സംഭവങ്ങളൊക്കെ ഉള്ളത്. അവരിതാ ഇങ്ങനത്തെ ഇലക്ട്രിക് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അത് നന്നായിട്ട് കളിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ അടിപൊളിയായിട്ട് പറ്റും. ഇതാണ് ഗൈസ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. ഈ മാസമാണ് അതിൽ ഉദ്ഘാടനം. അതൊരു ഹെവി എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാര്യം അങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പിലാണ് സംഭവം ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും സംഭവം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംഭവം, അതിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മളിതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ചവിട്ടി പോകാൻ പറ്റും. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. നമുക്ക് 1 അവർ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ നേരത്തൊക്കെ വന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ച് കുറച്ച് ആൾക്കാരുടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. പാർക്കാണ്. നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു 30 രൂപ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ പാർക്കിൽ ഇതേപോലെ കുട്ടികൾക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു 5നും 10നും ഇടയ്ക്കുള്ള പ്രായമുള്ള കുട്ടികൾക്കായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതലും ഫൺ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ ഇങ്ങനത്തെ സ്ലൈഡുകളും കാര്യങ്ങളും ഊഞ്ഞാലുകൾ, ഇതാണ് ഒരു പാർക്ക് ഏരിയ. ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കുട്ടികൾക്ക് ഭയങ്കരമായിട്ടും കളിക്കാൻ എൻജോയ് ചെയ്യാനും പറ്റും. അപ്പോൾ ആദ്യമൊക്കെ ഫുൾ ഹാപ്പിയാണ് അവന്. ഇതിപ്പോൾ ആ ഒരു ദിവസം ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കയറി ആൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ കൊണ്ട് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിയിരിക്കാൻ പറ്റും. കുറച്ച് പീസ്ഫുള്ളായിട്ട് ഇരിക്കാനുള്ള ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ നല്ലൊരു നാച്ചുറൽ ഭംഗിയും കൂടെ ഉള്ള സ്ഥലമാണ് കേസ്. അവിടെ ഒരു നല്ല നാച്ചുറൽ എഫക്റ്റാണ്. അത് ഒന്നും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത സംഭവമല്ല. ഒരു ചെറിയൊരു ഹിൽ സ്റ്റേഷൻ തന്നെ ഒരു സൈഡ് എടുത്തിട്ട് ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. അത് നല്ല രസമാണ്, നല്ല ഫണ്ണാണ്, നല്ല പീസ്ഫുള്ളാണ്. നമുക്ക് അവിടെയൊക്കെ പോയി ഇരിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു മസാജിങ് ആരും മിസ് ചെയ്യരുത്. നല്ല ഒരു ഇഫക്റ്റീവ് മസാജാണ്. നമ്മുടെ പുറത്തൊരു 5 മിനിറ്റ് മസാജിങ് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലുലു മാളിലാണ് കേസ് പോയത്. ഇപ്പോൾ എവിടെ പോയാലും തിരിച്ച് ലുലു മാളിൽ പോയിട്ട് മാത്രമേ വീട്ടിൽ പോവുള്ളൂ എന്നുള്ള അവസ്ഥയാണ് കേസ്. അപ്പോൾ ഇത് ആദ്യം ഉറങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേസ്. അങ്ങനെ നമ്മൾ ലുലു മാളിൽ ഷോപ്പിങ്ങിന് കയറി അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചിറങ്ങിയാണ്. ആദ്യം നല്ല ഉറക്കമായി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മൾ രാവിലെ ഇറങ്ങി ആക്കുളത്തൊക്കെ പോയി.
അവിടെ ഒരു 3-4 മണിക്കൂറൊക്കെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് കേസ്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ദിവസമായിരുന്നു കേസ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേസ്. താങ്ക് യു, ബൈ ബൈ.